അല്ല, തുഫാൻ നടപടിയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ചെയ്ത ഫലപ്രദമായൊരു കാര്യമാണെന്ന നിലയ്ക്ക് കേരള പോലീസിനെ അഭിനന്ദിക്കാൻ വി ഡി സതീശൻ തയ്യാറായോ? രണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് ഞങ്ങളുടെ പോലീസ് മുഖം നോക്കാതെ നടപടിയെടുക്കും, അതിൻ്റെ തെളിവാണിത് എന്ന് അഭിമാനം കൊണ്ടോ വി ഡി സതീശൻ? ഞാൻ മനസ്സിലാക്കിയത് യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും ആര് തെറ്റ് ചെയ്താലും ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ തുഫാനിൽ ഞങ്ങൾ തൂക്കിയ പോലെ തൂക്കും. അതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട്, അത്തരം അവതാരങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നാണോ സതീശൻ പറഞ്ഞത്? അല്ല, സതീശൻ ആ പ്രതികളെ തള്ളിപ്പറഞ്ഞില്ല, പോലീസിനോടൊപ്പമാണ് താനെന്ന് വ്യക്തമാക്കിയില്ല, പോലീസിനെ അഭിനന്ദിച്ചില്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഈ തുഫാൻ ഫലപ്രദമായി എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടോ? മുമ്പ് സഖാവ് പിണറായി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാത്രമല്ല, ഓരോ വകുപ്പിലും എന്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കും. ഇപ്പോൾ വി ഡി സതീശൻ്റെ 100 ദിന കർമ്മ പരിപാടി ഇപ്പം എന്തായി? സതീശനിൽ നിങ്ങൾ കേട്ടോ? എന്താ സതീശൻ പറയാത്തത്? ഈ ഒരു മന്ത്രിയും സതീശൻ്റെ കൂടെയല്ല, ഒരു മന്ത്രിയും സതീശൻ്റെ കീഴിലല്ല. ഞാൻ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ഈ പറയുന്ന വ്യക്തിക്ക് വി ഡി സതീശൻ പറയുന്ന പോലെ അദ്ദേഹത്തിന് പരിക്കേൽക്കാനിടയായ ഒരു പോലീസ് മർദ്ദനമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് ലഭ്യമാണോ? രണ്ട്, അതിന് ചികിത്സയിൽ കഴിഞ്ഞതിൻ്റെ രേഖകൾ ലഭ്യമാണോ? ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉത്തരം പറയാത്തതിന് കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ വക്താവിന് തന്നെ അറിയാം, സതീശൻ പച്ച നുണയെ പറയും. ബന്ധപ്പെട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുൻ സർക്കാരാണ് ഇപ്പൊ പറയുന്നത്. തെളിവുണ്ടോ എന്ന്? ഇങ്ങനെ മയക്കുമരുന്ന് കച്ചവടം ചെയ്ത് രാസലഹരി അടിക്കുന്നവരാണോ പ്രതിഷേധത്തിന് വന്നത്? പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാരെ മുഖ്യമന്ത്രിയുടെ വ്യക്തമായി നിന്നിട്ടാണ് താങ്കൾ തെളിവ് ചോദിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. ശരി ശരി, അനിൽകുമാർ കംപ്ലീറ്റ് ചെയ്യും. അല്ല, ഇവിടെ നേരെ എതിരായ തെളിവാണ് ഉള്ളത്. വി ഡി സതീശൻ പറയുന്നു ഒരാളെ മർദ്ദിച്ച് അയാൾക്ക് നടക്കാൻ മേലാതെ മുഴിച്ചിലിന് വിധേയമാക്കി. പക്ഷേ ആരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? ആ വ്യക്തി അന്ന് തന്നെ പോസ്റ്റ് ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റിട്ടില്ല എന്നല്ലേ? അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റിട്ടില്ല, ഈ രാസലഹരിയുടെ തലവന് മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് അന്നത്തെ വീഡിയോ ലഭ്യമാണല്ലോ. ആ വീഡിയോ ലഭ്യമായിരിക്കെ മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്ത് വേണം? മർദ്ദനമേറ്റതിൻ്റെ ഏതെങ്കിലും ദൃശ്യം കാണിക്കണം. മർദ്ദനമേറ്റുന്ന ഏത് വ്യക്തിയെക്കുറിച്ച് പറയുന്നു ആ വ്യക്തി തന്നെ അന്ന് തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഇത് നിങ്ങളൊക്കെ തെളിയിക്കും തിരിച്ച്. പിന്നെ 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റേ സാധ്യമുള്ളൂ, അതിനുണ്ടാക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് സതീശൻ നുണ അടുത്ത ബുധനാഴ്ച വരെ പൊളിക്കാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ബുധനാഴ്ച വേറെ നുണ പറയേണ്ടി വരും. പ്രശ്നം എന്താണ്? ഇങ്ങനൊരു മുഖ്യമന്ത്രിക്ക് എത്ര കാലം തുടരാൻ പറ്റും? നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് എത്ര കാലം തുടരാൻ പറ്റും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നത്തെ സതീശൻ്റെ ബോഡി ലാംഗ്വേജും ഒരു മാസം മുമ്പുള്ള സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കിയേ. ഇന്ന് സതീശൻ ഡിഫൻസിൽ പോയി ഇല്ല, മുഖം നോക്ക്. ഞാൻ ലക്ഷണശാസ്ത്രം പറയുന്ന ആളൊന്നുമല്ല. സതീശൻ പൊളിഞ്ഞു. എന്തുകൊണ്ട് പൊളിഞ്ഞു? ഒന്ന് കേന്ദ്രത്തിൽ പിടിയില്ല. ഇപ്പോൾ എന്താ ഒരു അജിത് കുമാറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ പാട്ടത്തിനെടുക്കുന്നവരൊന്നുമല്ല. അജിത് കുമാറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പ്രിയങ്ക ഗാന്ധി വിളിച്ചു കൊടുത്തൊരു മുദ്രാവാക്യം മോദിക്കെതിരാണെങ്കിൽ ഏറ്റുവിളിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇല്ല എന്ന് സതീശൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞാണ് ഡൽഹിയിലെ പരിപാടി. 2, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് സതീശനെക്കുറിച്ചുള്ള ആക്ഷേപം എന്താണ്? കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നില്ല. ഇന്ന് സതീശൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കണം. എന്താ വ്യക്തമാക്കേണ്ടിയിരുന്നത്? ഇന്ത്യ മുഴുവൻ മോദി ചെയ്യുന്ന പരിപാടി കേരള സർക്കാർ പിന്തുണയ്ക്കുന്നില്ല. സതീശൻ പറയുമോ? എത്രയോ തവണ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ അസത്യം നിറഞ്ഞ് എത്രയോ നുണകൾ. ഇപ്പോഴത്തെ ഒരു മന്ത്രിയുണ്ടല്ലോ, ബിന്ദു കൃഷ്ണ. അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ ഒരു ഫോട്ടോ തലവെട്ടി വേറൊരു ഫോട്ടോ വെച്ചിട്ട് ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഒരു പ്രതിക്കവിടെ ബന്ധമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വ്യാജമായൊരു സാധനം ഉണ്ടാക്കിയത് ഇവർ ഷെയർ ചെയ്തല്ലേ? ഒരു മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി.
പോറ്റി എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ പ്രതിയുടെ തല ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയതല്ലേ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ. ഇത് ചെയ്യുന്നൊരു കൂട്ടരാണ് ഈ രാസലഹരിയുടെ തലവന്മാർ. അതുപയോഗിച്ച് നിങ്ങൾ ജയിച്ചു. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ടത് ആരാണ്? സതീശന് പഴയ ബന്ധങ്ങൾ അതൊക്കെ വേറെ. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹത്തെ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തത് ഈ ടീമാണ്. ടീം UDF എന്ന് പറഞ്ഞാൽ ടീം രാസലഹരിയാണ്. ടീം UDF എന്ന് പറഞ്ഞാൽ ടീം MDMA ആണ്. അതാണ് യാഥാർത്ഥ്യം. ഈ ടീം MDMA രക്ഷിക്കാൻ വേണ്ടി സതീശൻ ഇന്ന് ഒരു കഥ പറയുന്നു. ആരാണ് ഈ മർദ്ദനമേറ്റയാൾ? അയാൾ ഒരു രാഷ്ട്രീയ പോരാളിയാണ്. ഞാൻ ചോദിക്കുന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് മന്ത്രി ജനീഷ്. അദ്ദേഹത്തിന് ഈ മാന്യനെ അറിയത്തില്ലല്ലോ. VD സതീശൻ പറയുന്നു, യൂത്ത് കോൺഗ്രസിന് മർദ്ദനമേറ്റു, ഞാൻ കാണാൻ പോയി. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തല്ലുവരെ കാണാൻ പോയില്ലേ? വരുമ്പോൾ ഒരു മർദ്ദനമേറ്റവരെ ഈ ജനീഷിന് അറിയത്തില്ലേ? ജനീഷ് എന്താ പറഞ്ഞത്? അവർ യൂത്ത് കോൺഗ്രസ്സുകാരല്ല. അപ്പോൾ അതിനൊക്കെ പ്രശ്നമായി. എന്താണ്? യൂത്ത് കോൺഗ്രസ്സുകാരല്ലാത്ത രാസലഹരിയിലെ ഗുണ്ടാ സംഘത്തോടൊപ്പമാണ് സതീശൻ്റെ സഹവാസം. ഇതിലേ തെളിഞ്ഞത്. അവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡീലിങ്സൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഡീലിങ്സിൻ്റെ ആഴം നമ്മൾ കാണുന്നുണ്ട്. അത് കച്ചവടം എന്താണ്, ആ കച്ചവടം എന്താണെന്നൊക്കെ നമ്മൾ പുറത്തു വരും. അതുകൊണ്ട് സതീശൻ ഇന്ന് ഈ മറുപടി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോയെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു കോൺഗ്രസ് വക്താവിനും രക്ഷിക്കാനാവാത്ത പതനത്തിലാണ് സതീശൻ ചെന്നിരിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയത. KC വേണുഗോപാലിനോട് പോലും ഇന്ന് VD സതീശനെ സംബന്ധിച്ച് പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനൊന്നും മറുപടി പറയില്ല, എനിക്ക് വേറെ പാർലമെന്റിലെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് തലയൂരി പോകാനാണ് നോക്കിയത്. രജിൻ അതുകൂടി ആലോചിക്കണം VD സതീശനെ. ഞാനൊരു കാര്യം പറയാം. ആഗസ്റ്റ് 15-ാം തീയതി തേങ്ങ ഉടയ്ക്കുന്ന പ്രതിപക്ഷ ഉപനേതാവിന്റെ ലിസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറയും. 15-ാം തീയതി തേങ്ങ ഉടയ്ക്കാൻ പോകുന്ന പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവിന്റെ ലിസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറയും. അതൊക്കെ അവർ തീരുമാനിക്കും. എന്നോടാണോ? ഞാൻ പറഞ്ഞോട്ടെ? അതോ എന്നോടല്ലേ? അതെ അനിൽകുമാർ, താങ്കൾ കംപ്ലീറ്റ് ചെയ്യൂ. എനിക്ക് ഇടവേള വേണം. എന്നോട് പറയട്ടെ. എന്നോടാണോ? അതെ അനിൽകുമാർ കംപ്ലീറ്റ് ചെയ്യൂ. അതെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വന്ദേമാതരം വിഷയത്തിനകത്ത് ആഗസ്റ്റ് 15-ാം തീയതി തേങ്ങ പൊട്ടിക്കാൻ പോകണം. നെടുമുടി വീണു ജഗതിയും കൂടെ കൂടിയ തേങ്ങ പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പൊട്ടിയിലും വേണ്ടത്. നമ്മുടെ ചോദ്യം ഇതാണ്. വന്ദേമാതരം എന്ന് പറയുന്നത് എന്താണോ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്, ആ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിടത്തായിരുന്നു ഇന്ത്യ. ആ നിലപാട് ഇന്ന് തുടരുന്നുണ്ടോ? ആ കോൺഗ്രസിൻ്റെ നെഹ്റു അടക്കമുള്ളവരുടെ നിലപാടിനോടൊപ്പമാണോ ഞാൻ എന്ന് സതീശൻ പറയണം. അതിലെ കള്ളമെന്താ? ഒരു മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കള്ളമെന്താണ്? വന്ദേമാതരം മുഴുവൻ സ്റ്റാൻസയും ആലപിക്കണമെന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറി കൊടുക്കുന്നു. അപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു അത് ലോകഭവൻ്റെ നിർദ്ദേശമാണ്. അപ്പം ലോകഭവനിൽ നിന്ന് ഗവർണർ പറയുന്നു ഞാനത് നിർദ്ദേശം കൊടുത്തിട്ടില്ല. അപ്പോൾ ആരാണ്? അത് വേറെ ആരുമല്ല, രത്തൻ കേൽക്കറാണ്. രത്തൻ കേൽക്കറെ കൊണ്ട് കേരളത്തിൽ ചീഫ് സെക്രട്ടറിയുടെ മേലെ പിൻവാതിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വരുന്നു എന്നുള്ളത് പറഞ്ഞ ആളാണല്ലോ നിയാസ്. അതെവിടേക്ക് എത്തിയെന്ന് നമുക്കറിയാമല്ലോ. ഭരണം ആരുടെ കയ്യിലാണ്? ആ ഭരണം കേന്ദ്രത്തിൻ്റെ കയ്യിൽ തന്നെയാണ്, മോദിയുടെ കയ്യിൽ തന്നെയാണ്.